ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. വേദമാണെങ്കിൽ നിത്യം അധ്യയനം ചെയ്യണം. വേദോ നിത്യം അധീയതാം. അതാണ് സർവധർമ്മശാസ്ത്രങ്ങളുടെ മൂലഗ്രന്ഥം. അതിൻ്റെ സാരമായിട്ടുള്ള പുരാണങ്ങൾ ഇതെല്ലാം തന്നെ നിത്യം പാരായണം ചെയ്യണം. അല്ലെങ്കിൽ മറന്നു പോകും. മനുഷ്യൻ്റെ കർത്തവ്യങ്ങൾ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതാണ്. ഇന്നത് ചെയ്യണം, ഇന്ന സമയത്ത് തന്നെ ചെയ്യണം. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും, ഇന്ന് നമ്മളിത് ചെയ്തല്ലോ പ്രഭാതത്തിൽ നിന്ന്. അതിങ്ങനെ അടിക്കടി ഓർമ്മിപ്പിക്കുന്നതാണ് പുരാണങ്ങളും അതിലത്തെ കഥകളെല്ലാം തന്നെ. അതിനൊക്കെ ഒരു സമയം വച്ചിരിക്കുക. ഭാഗവതമാണെങ്കിൽ 7 ദിവസമായിട്ട് സപ്താഹം, ദേവീ ഭാഗവതമാണെങ്കിൽ 9 ദിവസമായിട്ട് നവാഹം, ശിവപുരാണമാണെങ്കിൽ 11 ദിവസം ഏകാദശാഹം. ഇതിനെന്താ പ്രമാണം എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ മാഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഇല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു വ്യവസ്ഥ വച്ചാലേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. അപ്പം രാമായണത്തിന് സാധാരണയായിട്ട് നവാഹമാണെങ്കിലും ഇവിടെ വിശേഷിച്ച് കേരളത്തിൽ ഒരു മാസം അതിനെ മാറ്റിവെച്ചിരിക്കുക, രാമായണ മാസം. അപ്പം എല്ലാ ദിവസവും അത് പാരായണം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് മാറണം. അതിനു വേണ്ടിയിട്ടാണ്. 1, 2, 4 ദിവസം ചെയ്താൽ ഒരു സ്വഭാവമായിട്ട് മാറില്ല, ഒരു ദിനചര്യയായിട്ട് മാറണം രാമായണ പാരായണം. അതിനുവേണ്ടി ഒരു മാസം, കർക്കിടമാസം മുഴുവൻ വച്ചിരിക്കുക. 1-ാം തീയതി മുതൽ ഈ മാസം കഴിയുന്നത് വരെ. ഇന്ന് 1-ാം തീയതി ആണല്ലോ. എത്രയോ ക്ഷേത്രങ്ങളിൽ നവാഹമായിട്ട് സമ്പൂർണ്ണ പാരായണമായിട്ട് ഏകാഹം ഒരു ദിവസം കൊണ്ട് പാരായണം ചെയ്യൽ, എല്ലാ ദിവസവും അതിനെക്കുറിച്ച് വൈകുന്നേരം പ്രഭാഷണങ്ങൾ, പല ഭക്തന്മാരും പണ്ഡിതന്മാരും, ഇതൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് വലിയൊരു ഭാഗ്യമായിട്ട് കരുതാം. രാമായണം ഒരാവർത്തിയെങ്കിലും മുഴുവൻ ഒന്ന് വായിക്കാനായിട്ട് എല്ലാ ഭക്തന്മാർക്കത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് വീണ്ടും വീണ്ടും വായിക്കണം തോന്നും. നമുക്കൊരു മനഃശാന്തി കിട്ടും, ഒരു സന്തോഷം കിട്ടും. കർത്തവ്യത്തിൽ ആലസ്യമില്ലാതാവും, കർത്തവ്യത്തിൽ ശ്രദ്ധയുണ്ടാവും. ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വില്ലുമംഗല ക്ഷേത്രത്തിൽ അത് പാരായണം ചെയ്യുന്നു. അത് വാൽമീകിയുടെ സംസ്കൃത ഗ്രന്ഥവും പാരായണം ചെയ്യും കുറച്ച് സമയം. നാരായണീയത്തിലെ 2 ദശകം രാമായണം മുഴുവൻ അതും പാരായണം ചെയ്യും. ആചാര്യൻ്റെ തുഞ്ചത്താചാര്യൻ്റെ അധ്യാത്മരാമായണവും കൂടെ പാരായണം ചെയ്യും. ഇതൊക്കെ വില്ലുമംഗലം ക്ഷേത്രത്തിൽ നടത്തുന്നു. എല്ലാ ഭക്തന്മാർക്കും അതിലെല്ലാം പങ്കെടുക്കാം. എല്ലാവരും ഇത് വായിക്കുന്ന ആളിൽ ശ്രദ്ധാഭക്തിയോടുകൂടി അവനവൻ്റെ ഗ്രഹത്തിലിരുന്നാണെങ്കിലും അതൊന്ന് വായിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. അതിന് നമ്മുടെ ആചാര്യന്മാർ പൂർവികന്മാർ തന്ന അവസരമാണ്. ഒരിക്കലും പാഴാക്കല്ലേ 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 എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.